നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം തകർത്തതിന്റെ കിങ് പിൻ മുൻമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറാണെന്ന് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. പി.വി. അൻവറിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ പാർട്ടി സെക്രട്ടറിക്ക് നട്ടെല്ലുണ്ടോ എന്നും ഗോപാലകൃഷ്ണൻ. തൃശൂർ പൂരം കലക്കിയതിന്റെ കൂട്ടത്തിൽ ഇടത് നേതാക്കൾ ഉണ്ടാകില്ലെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ. പൂരം തകർത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ളത് ബി.ജെ.പിയുടെ ഫോർമുലയാണെന്നും സുനിൽകുമാർ. മരത്താക്കര കുഞ്ഞനംപാറയിൽ ഫർണിച്ചർ സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ, കോടികളുടെ നഷ്ടം കണക്കാക്കുന്നു. ഡീറ്റെയിൽ എന്ന സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. ഷോറൂമിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഫർണിച്ചർ നിർമ്മാണശാലയും കത്തിനശിച്ചു. ലൈംഗികാരോപണ കേസിൽ നടൻ നിവിൻ പോളിയുടെ അറസ്റ്റ് ഉടനില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി വരുന്നതുവരെ അറസ്റ്റ് വേണ്ടെന്നാണ് തീരുമാനം. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് പള്ളിയിലെ ഗ്രോട്ടോയിലും മനപ്പടി കുരിശുപള്ളിയിലും മോഷണം. 3 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. സിസിടിവിയിൽ പതിഞ്ഞ മോഷ്ടാവിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പോർക്കുളം വടക്കുമുറിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വീട്ടുമതിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പോർക്കുളം സ്വദേശികളായ യുവാക്കൾക്കാണ് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിഐജി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന യൂത്ത് പ്രസിഡന്റ് ജിതിൻ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുന്നതിനെതിരെയും ക്ഷേമാശ്വാസം നിഷേധിക്കുന്നതിനെതിരെയും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TN കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിൽ ക്ഷേമ പെൻഷൻ വിതരണത്തോടൊപ്പം ഭരണപക്ഷ കർഷക സംഘടനയുടെ പേരിൽ നിർബന്ധിത പിരിവ്. പരാതി ഉയർന്നതോടെ പണം തിരികെ നൽകി ഒത്തുതീർപ്പിന് ശ്രമം. പെൻഷൻ വിതരണത്തിനെത്തിയ യുവതി CPIയുടെ കർഷക സംഘടനയായ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പേരിൽ 100 രൂപ വീതം പിരിച്ചെടുത്തെന്നാണ് പരാതി. തൃശൂർ താലൂക്ക് ഫാർമേഴ്സ് ആൻഡ് ലേബേഴ്സ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ MG റോഡിൽ ഓണച്ചന്ത ആരംഭിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിസ് T രാമചന്ദ്രൻ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള 13ാമത് അഖിലേന്ത്യാ മൂട്ട് കോർട്ട് മത്സരത്തിന് വെള്ളിയാഴ്ച തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ തുടക്കമാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് നിയമ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഞായറാഴ്ച മത്സരം സമാപിക്കും. സാംസ്കാരിക സംഘടനയായ ഫാസ്പാഡിയുടെ മെമ്പേഴ്സ് മീറ്റ് കോടാലി SN സ്കൂളിൽ സംഘടിപ്പിച്ചു. മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ശ്രീഷ്മ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുതരമായ രക്താർബുദ ചികിത്സയ്ക്കായുള്ള അതിനൂതന ചികിത്സാ രീതിയായ CAR-T സെൽ തെറാപ്പി അമല ആശുപത്രിയിൽ ആരംഭിച്ചു. അമല ആശുപത്രിയിൽ 2.5 വർഷത്തിനുള്ളിൽ 40ഓളം രോഗികൾക്ക് മജ്ജ മാറ്റിവെക്കൽ ചികിത്സ നടത്തിയതായി ആശുപത്രി അധികൃതർ. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ ഓണമേള സംഘടിപ്പിക്കും. തൃശൂരിൽ ടൗൺ ഹാളിൽ 5, 6, 7 തീയതികളിൽ നടക്കുന്ന മേള P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ബി.ജെ.പി. വടക്കാഞ്ചേരി മണ്ഡലം മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം വ്യാസ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ശ്രീകുമാറിന് നൽകി നിർവഹിച്ചു. ബി.ജെ.പി. വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ, ജനറൽ സെക്രട്ടറി S. രാജു എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ബീന R. ചന്ദ്രന് സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനത്തിൽ ക്ലബ് രക്ഷാധികാരി ഉണ്ണി മങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയിലെ വനിതാവേദിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ നഗരസഭയുടെ പുഷ്പനഗരം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ ആദ്യഘട്ട വിളവെടുപ്പ് നടന്നു. ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് നടന്ന സ്കൂൾ റവന്യൂ ജില്ലാ കായികമേളയിൽ എരുമപ്പെട്ടി സ്വദേശി സാൻഡ്ര ഐറിന് ഇരട്ട സ്വർണം. റെസ്ലിംഗിൽ സബ് ജൂനിയർ 42 കിലോഗ്രാം വിഭാഗത്തിലും ജൂഡോ 40 കിലോഗ്രാം വിഭാഗത്തിലുമാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. തോളൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മൈതാനിയിൽ ക്ഷേത്ര ട്രസ്റ്റ്, സംരക്ഷണ സമിതി, മാതൃസമിതി എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചെണ്ടുമല്ലി കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് നടന്നു. വിളവെടുപ്പ് മഹോത്സവം ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് K. കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. കണ്ടശാംകടവ് KECBയുടെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കുക, ആധുനിക രീതിയിലുള്ള ചാർജിംഗ് സംവിധാനം കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ധർണ ഉദ്ഘാടനം ചെയ്തു.
ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318D ക്ലോത്ത് ബാങ്ക് പ്രോജക്റ്റിൽ ലഭിച്ച വസ്ത്രങ്ങളുടെ ഒരു ഭാഗം ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത് വാടാനപ്പള്ളി പഞ്ചായത്ത് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കൈമാറി. വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബിൽ നടത്തിയ ചടങ്ങിൽ ചാർട്ടർ പ്രസിഡന്റ് ഭരതൻ അധ്യക്ഷനായി. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സുലൈഖ അസീസ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിൽ പെട്രോൾ പമ്പിലെ മുൻ ജീവനക്കാരനെ പമ്പുടമയായ യുവതിയും മാനേജരും തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തില്ലെന്ന ആക്ഷേപം. TKS പുരം കല്ലിക്കാട്ട് അഭിരാജാണ് പമ്പുടമയ്ക്കും മാനേജർക്കുമെതിരെ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകിയത്. വെള്ളറക്കാട് മനപ്പടിയിൽ സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. വെള്ളത്തേരി അമ്പലത്ത് വീട്ടിൽ അബ്ദുൾ സലാമിന്റെ ഭാര്യ 47 വയസ്സുള്ള ഷംസിയയാണ് മരിച്ചത്. ചേർപ്പ് പൂത്തറയ്ക്കൽ ഫോക്കസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് CC മുകുന്ദൻ MLA നിർവഹിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, കൃഷി ഓഫീസർ KP നിവേദിത തുടങ്ങിയവർ നേതൃത്വം നൽകി. കിടപ്പ് രോഗികളുടെ ഓണത്തിന് സഹായമാകുവാൻ കൂട്ടുപ്പേരി ചലഞ്ചുമായി പഴഞ്ഞി VHC വിദ്യാർത്ഥികൾ. ആദ്യ വിൽപ്പന പ്രിൻസിപ്പൽ ജനീർലാൽ, PTA പ്രസിഡന്റ് അനി കോട്ടോൽ കൈമാറി നിർവഹിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ചാവക്കാട് മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന കൺവെൻഷൻ CITU ജില്ലാ കമ്മിറ്റി അംഗം AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ജമയത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മദ്ഹൂ റസൂൽ കോൺഫറൻസ് തൃശൂരിൽ നടന്നു. തൃശൂർ MICയിൽ നടന്ന കോൺഫറൻസിന്റെയും റബീഖ് ക്യാമ്പയിന്റെയും ഉദ്ഘാടനം സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. ചാവക്കാട് താലൂക്ക് റൂറൽ ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും മെറിറ്റ് ഡേയും നടന്നു. സംസ്ഥാന ഹൌസിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് KC അബു വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഓട്ടൻതുള്ളൽ കലയ്ക്ക് സ്കോട്ട്ലാൻഡ് ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം. തുള്ളൽ കലയിലെ സാധ്യതകൾ എന്ന വിഷയത്തിൽ മണലൂർ ഗോപിനാഥ് സമർപ്പിച്ച പ്രബന്ധം സ്കോട്ട്ലാൻഡ് ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചു. ഡയറക്ടർ ഡോക്ടർ ജോൺ റൂബൻ ഡേവിസ് മണലൂർ ഗോപിനാഥിന് സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു. വയനാട് ദുരന്തബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വിഹിതമായി 1 കോടി രൂപയുടെ ചെക്ക് കൈമാറി. മുഖ്യമന്ത്രി പിണറായി വിജയന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ആണ് ചെക്ക് കൈമാറിയത്. ഓണത്തപ്പിനെ വരവേൽക്കാനുള്ള പൂക്കളമൊരുക്കാൻ വിദ്യാലയാങ്കണത്തിൽ ചെണ്ടുമല്ലി പൂവസന്തം തീർത്ത കുട്ടിക്കർഷകർ. വടൂക്കര ഗുരുവിജയം ALP സ്കൂളിലെ കുട്ടികളാണ് വിദ്യാലയാങ്കണത്തിൽ ചെണ്ടുമല്ലി പൂവസന്തം തീർത്തത്. ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് എടത്തിരുത്തിയിൽ നടന്നു. KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. സിനിമ സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ VP രാമചന്ദ്രൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അമേരിക്കൻ കോൺസുലേറ്റ് ജീവനക്കാരനുമായിരുന്നു. പയ്യന്നൂർ സ്വദേശിയായ രാമചന്ദ്രൻ 19ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.